Hi, this is Rosmi. ഞാൻ ഇന്നൊരു റെഡി ടു മൂവ് ഒരു വില്ലയായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇനി പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പിന്നീട് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് കൊച്ചി. അതിൽ വില്ലാസിന്റെ ഒരു റിക്വയർമെന്റ് വളരെ ഹൈ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടിയുടെ റിക്വയർമെന്റ് ഉള്ള ഒരു സ്ഥലമാണ് കൊച്ചി. അതിൽ എസ്പെഷ്യലി ഒരു വില്ല പ്രൊജക്റ്റിൽ ഒരു വില്ലയുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതും റെഡി ടു ഓക്യുപ്പൈ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്, പക്ഷേ റിക്വയർമെൻറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു നല്ലൊരു വില്ല പ്രൊജക്റ്റിൽ ഒരു റീസെയിൽ വില്ലയാണ് കാണിക്കുന്നത്. കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഒരു 50 മിനിറ്റ്സ് ജേർണി ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. പള്ളിക്കരയാണ് ഇത് വരുന്നത്. നമ്മുടെ പള്ളിക്കര മെയിൻ റോഡിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു 100 മീറ്റേഴ്സേ ഉള്ളൂ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നല്ലൊരു എലിവേഷനിലാണ് ഇത് തീർത്തിരിക്കുന്നത്. താമസിക്കണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ടൈല്, ബാത്റൂം ഫിറ്റിങ്സ്, സ്വിച്ച് ബോർഡ്സ് എല്ലാം തന്നെ ഗ്ലാസ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതും. ഇത് ഞാൻ റീസെയിൽ വില്ലയാന്ന് പറഞ്ഞു. ഇതെടുത്ത ക്ലയൻ്റ് ആണെങ്കിൽ താമസിക്കാൻ വേണ്ടി തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഒരു റീലൊക്കേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം പുറത്ത് സെറ്റിൽ ആയതുകൊണ്ട് ഇപ്പം വേറെയോ വീടുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് അടച്ചിട്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇത് റീസെയിലിന് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഈ വില്ലയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ അറിയാം, ടൈല് തൊട്ട് ബാത്റൂം ഫിറ്റിങ്സ് തൊട്ട് സ്റ്റെയർ കേസ് തൊട്ട് എല്ലാം തന്നെ ഒരു താമസിക്കാൻ വേണ്ടിയിട്ട് നോക്കി ചെയ്ത ഒരു വില്ലയാണിത്. അപ്പം നേരെ നമുക്ക് വില്ലയുടെ ഡീറ്റെയിലേക്ക് പോവാം. സെൻസിൽ 2860 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് വരുന്നത്. ഗ്രൗണ്ട് പ്ലസ് 2 ഫ്ലോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ താഴത്തെ ഫ്ലോറിലാണെങ്കിൽ ലിവിങ് കം ഡൈനിങ്, ഒരു കിച്ചൺ, പിന്നെ അവിടെ ഒരു പൗഡർ റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമുണ്ട്. പിന്നെ ലിഫ്റ്റിനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ വാങ്ങിയിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പം ഫിറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് പിന്നീട് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് ചെയ്യാം. പക്ഷെ അതിനുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്താണ് ചെയ്തിരിക്കുന്നതും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പം ഒരു ഫാമിലി ലിവിങ് റൂം, അവിടെ 3 ബെഡ്റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു ബെഡ്റൂമിൽ ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ലേഡീസിനറിയാം ഷാമ്പു വെക്കാനും ഓരോ സാധനങ്ങൾ നമ്മുടെ ഷാമ്പു കണ്ടീഷണറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ കറക്റ്റായിട്ടുള്ള അതാ ഞാൻ പറഞ്ഞത്, നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പം കയറുമ്പോൾ തന്നെ നമുക്കൊരു വേക്കൻറ്റ് സ്പേസ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്മോൾ പാർട്ടി ഏരിയ, അല്ലെങ്കിൽ നമുക്കൊരു റീഡിംഗ് റൂമോ ഒരു റിലാക്സിങ് ഏരിയ അല്ലെങ്കിൽ ഡിസ്കഷൻ റൂം അങ്ങനെ എന്തെങ്കിലും ആക്കിയെടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ഹോം തിയേറ്ററിനുള്ളൊരു പ്രൊവിഷനുണ്ട്. നമുക്ക് ജിമ്മ് വേണമെങ്കിൽ അതാക്കാം. ഓരോരുത്തരുടെയും ഹോബി അല്ലെങ്കിൽ ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പം മേളത്തെ നില നമ്മുടെ ഇഷ്ടത്തിന് നല്ല രീതിയിലാക്കിയെടുക്കാം. അവിടുന്ന് ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. CP ഫിറ്റിങ്സും സാനിറ്ററി ഫിറ്റിങ്സും എല്ലാം വിട്രയാണ് കൊടുത്തിരിക്കുന്നത്. വിട്രയിൽ തന്നെ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ളതാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൊമാനിയുടെ ടൈൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം അലുമിനിയം വിൻഡോസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നല്ലൊരു വില്ല. ഇത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സ്ട്രക്ചർ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അത് ഏറ്റവും നല്ല ഹൈ എൻഡ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. സോ അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഡോറ് ഇതിനകത്ത് ഈ വീഡിയോയിൽ ഡോറ് പിടിപ്പിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും പിടിപ്പിച്ച് തന്നെയാണ് തരിക. നല്ലൊരു ഫർണിഷിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും. കാരണം എലിവേഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടു, നല്ല ഭംഗിയുള്ളൊരു എലിവേഷനാണ്. പിന്നെ ലൊക്കേഷൻ ആണെങ്കിൽ പള്ളിക്കര ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷനാണ്. IT സിറ്റിയുടെ എക്സ്പാൻഷനൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് ഇരിക്കുന്ന ലൊക്കേഷനാണ്. എല്ലാ സൗകര്യങ്ങളും കൂടി വരികയാണ്. അപ്പം കുറേ വില്ല പ്രോജക്ട്സ് ഉള്ളൊരു ഏരിയ ആണ്. ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബിലുള്ളവരോ, ഇനി അതുമല്ല സിറ്റി തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വില്ലയാണ്. 2860 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വലിയ വില്ലകൾ നോക്കുന്നവരുടെ നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു ലൊക്കേഷനുമാണ്. കാരണം വെച്ചാൽ നല്ലൊരു ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ലൊക്കേഷനാണ്. അവിടത്തെയൊക്കെ ഈ റീസെൻ്റ്ലി ഒരു 3 ഇയേഴ്സൊക്കെ ആയിട്ട് അവിടത്തേക്ക് ലാൻഡിൻ്റെ കോസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. സോ ഇതേപോലെ ഒരു വില്ലയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.